بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നവനായ അല്ലാഹു ബറക്കത്തുടയവനാണ്, അവൻ ഐശ്വര്യവാനത്രേ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് തബാറക്ക, അവൻ ആരാണ്? ബറക്കത്തുടയനായ വ്യക്തിയാണ്. ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുടയവനാണ്. വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട് സഹോദരങ്ങളെ? എത്ര നാമങ്ങളുണ്ട്? ഒരാൾ പറയും, കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. എത്ര നാമങ്ങളുണ്ട് അല്ലാഹുവിന്? 99. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم إن لله اسم 100 إلا واحدا. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കിയവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 99 നാമങ്ങൾ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ. അത് ഹിഫ്ള് ചെയ്താൽ സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്സാര കാര്യമല്ല ഈ പറഞ്ഞത്. ഈ സദസ്സിൽ ആരൊക്കെയുണ്ട്? സാധുമാരും മുത്തല്ലിങ്ങളും അല്ലാത്ത അസ്മാഉൽ ഹുസ്ന കാണാതറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്കുന്നു, നോക്കട്ടെ എത്ര പേരുണ്ട്. സാധാരണക്കാരോട് ചോദ്യം. 6 പേരുണ്ട്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ്. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു. കുറെ ആയത്തുകളുണ്ട്. അതൊന്നും ഓതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അവന്റെ 99 നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു. ഈ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തവന് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം? വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട്. മനസ്സിലാക്കണം ഈ സമൂഹം. മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു പറയാൻ, സൂറത്തുർ റഹ്മാൻ അവസാനത്തെ ആയത്ത്, تبارك اسم ربك ذي الجلال والإكرام
تبارك اسم ربك ذي الجلال والإكرام. നിന്റെ റബ്ബിൻ്റെതായ നാമങ്ങൾ പരിപൂർണമായി ബറക്കത്തുடைய നാമമാണ്, ഐശ്വര്യമുള്ളതായ നാമമത്രേ. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവൻ പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. കാരണം ബറക്കത്തുള്ള നാമങ്ങളാണ്. ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താ. പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ്, ഉത്തരമാണ്. എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത്. ഉസ്താദേ, എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, ഞാൻ ദിക്ർ ചൊല്ലാറുണ്ട്, ഞാൻ സ്വലാത്തുകൾ അധികരിപ്പിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. ഒരൊറ്റ നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ ഖളാ ആക്കിയിട്ടില്ല. പക്ഷേ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുപടി വരാൻ, എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് കരമുയർത്തി ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്യൽ ഇജാബത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ കാരണം? തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാബത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്, എല്ലാ നാമങ്ങളും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ ഈസാ, ഞങ്ങളിതാ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമൂഹമേ, നിങ്ങൾ ആ കാണുന്നതായ 2 മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ. അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആജ്ഞപ്രകാരം 70,000-ൽ പരം ആളുകൾ 2 മലയിടുക്കുകളിലായി തടിച്ചു കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവരേക്ക് ചെന്ന് നിന്നുകൊണ്ട് 2 കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹ്, ലാ മർളാ ലാ മർളാ. ഈ ഇസ്രായേലി ജനതയിലെ ഈ കൂട്ടർക്ക് നീ രോഗം നൽകരുത് റബ്ബേ, ഇവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കണേ അല്ലാഹ്. മഹാനുഭാവൻ ദുആ ചെയ്ത് തീരേണ്ട താമസം 70,000-ൽ പരം ആളുകൾക്ക് പരിപൂർണമായി ശിഫ നൽകിയെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു.
ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം. അദ്ദേഹം വിശദീകരിക്കുന്നു എവിടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം കൊണ്ടുവരുന്നുണ്ട്. എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്തപ്പോ 70,000-ൽ പരം ആളുകൾക്കുള്ള കുഷ്ഠരോഗം സെക്കൻഡിൽ തന്നെ ശിഫ കിട്ടി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ് ഈ നാമം? യാ ഹയ്യ് യാ ഖയ്യൂം അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാർ. ഇങ്ങനെ തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഭയങ്കര എഫക്റ്റാണ് അത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുനിരാകുന്ന മർഹൂം ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുആയിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു. ഇസ്മുൽ ആലമിൽപ്പെട്ട നാമമാണ്. ആരാണിത് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു ദുആയിൽ ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദുആ ചെയ്യാൻ ഉറപ്പായിട്ടും ഉത്തരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അസ്മാഉൽ ഹുസ്ന വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ലഭിക്കും. അസ്മാഉൽ ഹുസ്ന നിസാരമായ നാമങ്ങളല്ല. അത് കാണാതെ പഠിച്ചാൽ സ്വർഗം ലഭിക്കും. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാനും ദുആയിൽ ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഈ നാമങ്ങളെല്ലാം ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധ ഖുർആൻ. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിർബന്ധമായും ഈ സദസ്സിലുള്ളവരോട് എനിക്ക് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, ഈ ഉറൂസിന്റെ സമാപനം കുറിക്കുന്ന ഈ സദസ്സിൽ എല്ലാ സഹോദര സഹോദരിമാരും അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരു 10 മിനിറ്റ് മതി കുട്ടികൾക്കൊക്കെ പഠിക്കാൻ. ഇനി നിങ്ങൾ ഒരു ദിവസം ഒരു 10 പേര് വെച്ച് പഠിച്ചാലും സുഖമായിട്ട് 10 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയും, ഉറക്കം പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യും. രാവിലെ വേറെ ഒന്നും വേണ്ട, ഒരു ഔറാദും ഇല്ലെങ്കിലും അസ്മാഉൽ ഹുസ്ന ഒന്ന് ഓതിയിട്ട് ദുആ ചെയ്യും. ഭയങ്കര മഹത്താണ്. എല്ലാ കാര്യങ്ങൾക്കും ഖൈറുണ്ടാവും. അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യല്ലേ, മടിക്കേണ്ടതില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുടയവനാണ്. അവന്റെ സർവനാമങ്ങളും ബറക്കത്തുള്ള നാമങ്ങളാണ്. ഈ ബറക്കത്താണ് നമ്മളോട് റജബിലും ശഅബാനിലും ചോദിക്കാൻ പറഞ്ഞത്. തീർന്നില്ല. അല്ലാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ച ദീനി ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള 1,24,000 അംബിയാ മുർസലീങ്ങളും ബറക്കത്തുടയവരാണ്. അവരെല്ലാവരും ബറക്കത്തുടയവരാണ്. അതിന് ഒരു വ്യക്തിയെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നു. മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ബറക്കത്തുള്ള വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ആ സംഭവം വിശദീകരിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാരാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവിയെ ഗർഭം ധരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. മറിയം ബീവിയുടെ ഇടതുഭാഗത്തെ പോക്കറ്റിലൂടെ അല്ലാഹു ഊതി. ആ മലക്കുൽ മുഖേന ഊതി. അതിലൂടെ തീർച്ചയായും അവർ ഗർഭധാരണമുണ്ടായി. ആളുകൾ അവരെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. അങ്ങനെ തന്നെയാണ് ഗർഭം ധരിക്കൽ. ഗർഭം ധരിക്കൽ മാത്രമല്ല, ഒരു കുഞ്ഞിന് റൂഹ് ഊതപ്പെടുന്നത് അങ്ങനെയാണ്.
എങ്ങനെയാണ്? മലക്കിനെ പറഞ്ഞയച്ചിട്ടാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസം വീതമാണ് ഘട്ടം ഘട്ടമായിട്ട് പാകപ്പെടൽ ഉണ്ടാവുന്നത്. ഒരു ബീജത്തുള്ളിയായി ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്നതായ നീ, ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതായ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബീജത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. ആ രക്തക്കട്ടയെ മാംസക്കട്ടയാക്കി മാറ്റുകയാണ്. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലുകൾ കൊണ്ട് പൊതിയുകയാണ്. ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം വന്ന് പൊതിയുകയാണ്. വീണ്ടും അതിലേക്ക് ചർമ്മങ്ങൾ വന്ന് പൊതിഞ്ഞിട്ടാണ് ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനോഹരമായ ഒരു കുട്ടിയായി അല്ലാഹു നിന്നെ പരിവർത്തനപ്പെടുത്തുകയാണ്. ഉമ്മയുടെ ഉദരത്തിലേക്ക് ഒരു കുഞ്ഞ് 4 മാസം പ്രായമെത്തുമ്പോ അല്ലാഹു അവനിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞേക്കുകയാണ്. ആ മലക്ക് വന്നുകൊണ്ട് അവനിലേക്ക് ആത്മാവൂതുമേ. അതിലൂടെയാണ് കുഞ്ഞിന് അനക്കം തുടങ്ങുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് അനക്കം വെച്ച് തുടങ്ങുന്നത് അപ്പോഴാണ്. ഉമ്മയുടെ ഉദരത്തിൽ 4 മാസം എത്തുമ്പോ 120 ദിവസം എത്തുമ്പോഴെന്നർത്ഥം. ഒരു മലക്കിനെ അല്ലാഹു പറഞ്ഞേക്കും, ഫയംഫുഹു ഫീഹി റൂഹ. ആ മലക്ക് വന്നുകൊണ്ട് ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ആത്മാവൂതും. അപ്പോഴാണ് കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുക. 4 മാസം ഗർഭിണിയായ പെണ്ണ് അവൾ അറിയും, ചെറിയ തുടിപ്പ് വയറ്റിലുണ്ടാകും. അനക്കാൻ തുടങ്ങാണ്. കുഞ്ഞ് കാല് വെച്ച് ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങി. ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലാണ് ആദ്യമായി കാല് വെച്ച് ചവിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് തള്ളാര് മനസ്സിലാക്കുന്നത്, ആ കുഞ്ഞിനെ അനക്കം തുടങ്ങി. 4 മാസം എത്തുമ്പോ ഈ റൂഹ എവിടുന്ന് വന്നത്? മലക്ക് മുഖേന ഊതിയതാ. അങ്ങനെയാണ് ഇസ്ലാമിക വീക്ഷണം. ഇപ്പൊ ശാസ്ത്രം ഇപ്പോഴാണ് അതെല്ലാം അംഗീകരിച്ചു വരുന്നത്. ശരിയാണ്, മുമ്പ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഇപ്പൊ പറയുന്നു മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. ബീജത്തിൽ നിന്ന് രക്തക്കട്ടയായി, രക്തക്കട്ടയിൽ നിന്ന് മാംസക്കട്ടയായി, മാംസക്കട്ടയിലേക്ക് എല്ലുകൾ വന്ന് പൊതിഞ്ഞു, ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം വന്ന് പൊതിഞ്ഞു, അതിലേക്ക് ചർമ്മം വന്ന് പൊതിഞ്ഞ് 120 ദിവസമാകുമ്പോഴാണ് കുഞ്ഞിന് അനക്കമുണ്ടാകുന്നത്. ശാസ്ത്രം ഇപ്പോൾ അംഗീകരിച്ചു. ഖുർആൻ 1400 വർഷം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി. മനസ്സിലാക്കണം, അത് വേറെ വിഷയമാണ്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആര് മുഖേനയാണ്? മലക്ക് മുഖേനയാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭധാരണമുണ്ടായി. അല്ലാഹു മലക്കിനെ പറഞ്ഞയച്ചു. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി, റൂഹ് നൽകി. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണ്. അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഹാറൂന്റെ സഹോദരിയെ മറിയം ബീവിയെ, നീ എന്ത് പ്രവൃത്തിയാ ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത്. അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി. ഈ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് പറയാൻ തുടങ്ങി. കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട് റൂഹ് ഊതുക അസംഭവ്യമാണ്. അതിനും സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കാൻ, ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഖാദിറാണ്, കഴിവുള്ളവനാണ്. അതിന് അല്ലാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ. കാരണം മറിയം ബീബി റളിയല്ലാഹു അൻഹ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല, പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരുന്നു. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് പോലും ഒരു അന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത,
പരിപൂർണമായി സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്ക് വന്നുകൊണ്ട് ഊതി, അവർ ഗർഭം ധരിച്ചു. അവസാനം നാട്ടുകാര് മുഴുവൻ പ്രശ്നമായി, കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ആര്? സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തു മറിയം എന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പഠിക്കാനാണ് സഹോദരൻ, ശരിക്കും മനസ്സിലാക്കാൻ. അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചിട്ടു. തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ വന്ന് ഉമ്മായെ കുറ്റപ്പെടുത്താണ്. മറിയം ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു. നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു, എന്താണ് സംഭവം, ആരാണ് ഞാൻ, ലോകത്തോട് വിളിച്ചു പറയാ. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا وجعلني مباركا أينما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മകനാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി പറഞ്ഞതായി അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, അല്ലാഹു എനിക്ക് ഇൻജീൽ എന്ന ഗ്രന്ഥത്തെ നൽകുകയാണ്. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വജഅലനി മുബാറക ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെയെല്ലാം ബറക്കത്താണ്, ബറക്കത്താണ്. വജഅലനി മുബാറക, അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി. ആര് പറഞ്ഞു? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. ഐനമാ കുന്തു, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താൻ, തൊട്ടതൊക്കെ പൊന്നാവും. സുബ്ഹാനല്ലാഹ്. ഈസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല. എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ്. പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു. എന്താ കാരണം? ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ. മുഫസ്സിരികൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് ബറക്കത്ത്. പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത്? അത് സാഹചര്യം ഉണ്ടായി. കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂജസാൻ, കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക്. എല്ലാവരും ഇങ്ങനെ ബറക്കത്തുള്ള നബിയാണ് മൂസാ നബി, ബറക്കത്തുള്ള നബിയാ ഈസാ നബി, ബറക്കത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒരാളെ പറഞ്ഞാൽ മതി, അതിൽ നിന്ന് മനസ്സിലായിക്കോളാം. അത് മനസ്സിലാക്കാനാണ് വജഅലനി നബിയ, എന്നെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് വജഅലനി മുബാറക, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് പറയാൻ കാരണം ബറക്കത്താക്കപ്പെട്ട വ്യക്തിയായി മാറി നബിമാരെല്ലാവരും.
ഈസാ നബിയുടെ ബറക്കത്ത് അറിയേണ്ടതില്ലല്ലോ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു ബറക്കത്താണ്. എന്ത്? കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിഫപ്പെടുത്തുമാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ കഴിവിനെ പറ്റി പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ്. പടച്ച റബ്ബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് ബാധിച്ചതായ ആളുകളെ, സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനൊന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫയാണ്, ശിഫയാണ്. കുഷ്ഠരോഗവും പാണ്ട് ബാധിച്ച ആളുകളൊക്കെ വലിയ കൂടുതലുള്ള ആളുകളായിരുന്നു ഈസാ നബിയുടെ കാലക്കാലം. അവരൊക്കെ തടവല് മതി. ആരുടെ? ഈസാ നബിയുടെ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈയൊന്ന് സ്പർശനം കൊടുത്താൽ പൂർണ്ണ ശിഫയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിനാണ് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. ഈസാ നബി ദുആ ചെയ്തു. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള നാമം വെച്ച് കുഷ്ഠരോഗം മാറി. അവിടെ ഇമാമികൾ വിശദീകരിക്കുന്നുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ രോഗശമനം കിട്ടിയത്. ഒന്ന്, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള അല്ലാഹുവിന്റെ ബറക്കത്തുള്ള നാമം ഉച്ചരിച്ചതിന്റെ കാരണത്താൽ രോഗം ശിഫയായി. മറ്റൊന്ന്, ഇത് ഉച്ചരിച്ച വ്യക്തി ആരാണ്? ബറക്കത്തുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് രോഗം ശിഫയായി. രണ്ട് കാര്യം. നമ്മൾ യാ ഹയ്യ യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശിഫയായിക്കോണമെന്നില്ല. കാരണം എന്താ? ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറി എന്നിട്ട് സീരിയല് മാറ്റി കളിക്കുക. യാ ഹയ്യു യാ ഖയ്യൂം കളി. അപ്പൊ പിന്നെ എന്ത്? യാ ഹയ്യു. അപ്പൊ പിന്നെ നമ്മൾ ബറക്കത്തായില്ല. നമ്മുടെ സ്വഭാവം റെഡിയാക്കണം, നമ്മുടെ നിസ്കാരങ്ങൾ ചിട്ടയാവണം, നമ്മുടെ ഇബാദത്തുകൾ കണിശമാകണം. നമ്മൾ റജബിലും ശഅബാനിലും ബറക്കത്ത് കിട്ടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് റജബിലും ശഅബാനിലും എന്ത് ചോദിക്കാൻ പറഞ്ഞത്? ബാരിക്കലന ബാരിക്കലന ബാരിക്കലന, ഞങ്ങൾക്ക് ബറക്കത്താ അല്ലാഹുവേ ബറക്കത്താ ചോദിക്കാൻ പറഞ്ഞു. ആര് ചോദിക്കും? റജബ് ഇപ്പൊ ഇന്ന് 6 കഴിഞ്ഞു. എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ സ്വന്തത്തെ പറ്റി ചിന്തിക്കാൻ. നമ്മളിൽ എത്ര പേർ, എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരിമാർ സ്വന്തമായി ബറക്കത്ത് തേടിയിട്ടുണ്ട് ഈ റജബ്? ഇത്രയും ദിവസമായി ഒറ്റയ്ക്കിരുന്നിട്ട് ഈ ദുആ ആര് ചെയ്തിട്ടുണ്ടാവില്ല. ഹത്തീബിച്ചതുമായിരുന്നപ്പോ ആമീൻ പറഞ്ഞു. അത് തന്നെ വഖത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അല്ലാഹ് ഇപ്പോഴാണ് അറിഞ്ഞത് റജബ് എത്തിയത്. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കുമാറാവും. ആമീൻ പറയ്. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, യാസീനിൽ ബഹുമാനപ്പെട്ടരാകുന്ന 2 മഹത്തുക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണ്. യാസീനിൽ പറയുന്ന ചരിത്രം ആരുടെ ചരിത്രം? ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളുടെ ചരിത്രമാണ്. ആരാണ് അനുയായികൾ? ഒന്ന് ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും. മുമ്പ് നല്ലോലെ കേൾക്കുമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾ നല്ല ഒച്ചത്തിലൊക്കെ ബഹുമാനം കൊടുക്കുന്നവരായിരുന്നു, ഇപ്പൊ പുറകോട്ട് പോകുന്നുണ്ട്. ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, ഇമാം മത്താ റളിയല്ലാഹു അൻഹു, രണ്ടും വലിയ മഹാന്മാരാണ്. ക്രൈസ്തവർ അവരെ വിളിക്കുന്നത് പത്രോസ് മത്തായി എന്നാണ്. മത്തായി സുവിശേഷം കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവൂല. പത്രോസ് മത്തായി, അതാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു, വലിയ മഹാന്മാരാണ്. എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച നമ്മുടെ ഇടയിൽ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന സ്വഹാബികളാണല്ലോ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതേപോലെ ഈസാ നബിയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചവരും അവരുടെ കൂട്ടത്തിലുള്ള സഹാബത്തിൽ പ്രമുഖരുമാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു. ഈ മത്താ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനുഭാവന്റെ ശിഷ്യന്മാരാണ് ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയുന്നത്. എവിടെ?
സൂറത്തുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ലേ? മക്സലമീന തംലീഖ മർതൂനസ് നൈനൂനസ് എന്ന് തുടങ്ങിയിട്ട് ആ നായയുടെ പേര് ഖിത്മീർ എന്നെഴുതുന്ന ആ നായയുടെ പേരടക്കം നമ്മുടെ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ റൗണ്ട് ചെയ്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലെ കാവലിന് വേണ്ടി എഴുതി വെച്ചിട്ടില്ലേ? കാവൽ കിട്ടുമെന്നാണ്. അവരുടെ പേരുകൾ ഇങ്ങനെ എഴുതി നാമങ്ങൾ എഴുതിയിട്ടാണ് അത് ചെറിയ കോപ്പി എടുത്തിട്ട് നമ്മളൊക്കെ കൊണ്ടുവന്ന് എവിടെ വെച്ചിട്ടുണ്ട്? എല്ലാവരും മിക്കവരും അവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ട്. ചിലർക്ക് എന്താന്ന് പോലും അറിയാൻ വരാ, സാധനം കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് സ്പോട്ടിൽ വെച്ചിട്ടുണ്ടോ? അങ്ങനെ ആളുകളാണ്. അത് ഈ മഹാന്മാരുടെ പേരുകളാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ പേരാണ്. അവരുടെ ചരിത്രമാണ് എന്തിൽ പറയുന്നത്? സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? മത്താ റളിയല്ലാഹു അൻഹു. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. മത്താ എന്ന് പറഞ്ഞ ആരാ? ഈസാ നബിയുടെ രണ്ടാമത്തെ ശിഷ്യനാണ് ബുത്തുറുസ് മത്താ. മത്തായി സുവിശേഷം എന്ന് പറയുന്നില്ല, അത് തന്നെ. പക്ഷെ സ്വഹാബത്താണ്, വലിയ മഹാന്മാരാണ്. റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. വണ്ടി പോകുന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പൊ ഇമാം ബുത്തുറുസ് റളിയല്ലാഹുനും മത്താ റളിയല്ലാഹുനും രണ്ടുപേരെയും ഈസാ നബിയുടെ അനുയായികളാണ്. ഈസാ നബി പറഞ്ഞു വിട്ടു എങ്ങോട്ട്? അന്താക്കിയ എന്ന് പറയുന്ന ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവരെ പോയി ദീനി ദഅവത്ത് നടത്തി, അവരോട് പോയി ദീനി ദഅവത്ത് നടത്തി അവരെ എല്ലാം വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരും, ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടി പറഞ്ഞു വിടുക. ഇവർ രണ്ടുപേരും പോയി, ഇമാം ബുത്തുറുസും മത്തായും. ഇത് എവിടെ പറയുന്ന ചരിത്രമാണ്? യാസീൻ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിൽ പറഞ്ഞ ചരിത്രം. യാസീന്റെ ചരിത്രമായി പറയുന്നു. അതാ പഠിക്കണം. നമ്മൾ കുറെ നാളായിട്ട് യാസീൻ പോകുന്നുണ്ട്, ഇതുവരെ യാസീന്റെ ചരിത്രം പഠിച്ചിട്ടില്ല. യാസീന് പറയുന്ന ചരിത്രം ഈ മഹാന്മാരുടെയാണ്. ഈസാ നബിയുടെ അനുയായികളാകുന്ന ഇമാം ബുത്തുറുസ് മത്താ റളിയല്ലാഹു അൻഹുയുടെ ചരിത്രമാണ് യാസീൻ. ശരിക്കും ശ്രദ്ധിക്കണേ. ഇവര് രണ്ടുപേരും നേരെ അന്താക്കിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് ചെല്ലുമ്പോ ആ നാടിന്റെ കവാടത്തിൽ തന്നെ ആരുണ്ട്? ആ നാട്ടിലുള്ളവർക്ക് വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്നതായ പ്രായം ചെന്ന ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന വ്യക്തി അവിടെയുണ്ട്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരെ നന്നാക്കാൻ പോവാ. എന്ത് പറഞ്ഞു? അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി വേണ്ടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പറയാൻ പോവാ. ഏകദൈവ വിശ്വാസം പുൽകണം. ഇവരിപ്പൊ കല്ലിനെയൊക്കെ ആരാധിക്കുന്നവരാണ്. ആ കല്ലിനെ മുള്ളിനെ ആരാധിക്കുന്നതൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അവരോട് നിർദ്ദേശിക്കാൻ പോവാ. അപ്പൊ ഹബീബുൻ നജ്ജാർ എന്ന പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പോകരുത്, കാരണം അങ്ങോട്ട് പോയാൽ അവർ നിങ്ങളെ കൊന്നുകളയും. ആ നാട്ടിലുള്ളവരൊക്കെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. അവർക്ക് വിഗ്രഹങ്ങൾ വർഷങ്ങളായി നിർമ്മിച്ചു നൽകുന്നത് ഞാനാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ അവസ്ഥ എനിക്കറിയാം. നിങ്ങൾ ഏകദൈവ വിശ്വാസം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അവരാരും വിശ്വസിക്കില്ല. അപ്പൊ ഇവര് പറഞ്ഞു ഇല്ല, പോയേ പറ്റുള്ളൂ, ഞങ്ങൾ പോകണമെന്ന് നിർദ്ദേശമാണ്. ഈസാ നബിയുടെ അനുയായികളാണ് ഞങ്ങൾ, ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങൾ, ഞങ്ങളെ പറഞ്ഞയച്ചത് ഈസാ നബിയാണ്, ഞങ്ങൾ ദീനി ദഅവത്തിന് വേണ്ടി പോവാൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയും. നിങ്ങളുടെ കഴിവ് എന്തൊക്കെയുണ്ട് അത് എന്നോട് പറയും. അപ്പൊ ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുത്തുറുസ് റളിയല്ലാഹു അൻഹു മത്താ റളിയല്ലാഹു അൻഹു രണ്ടുപേരും പറഞ്ഞു ഈസാ നബിക്ക് എന്തെല്ലാം കഴിവുണ്ടോ ആ കഴിവുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏതാ ഈസാ നബിക്കുള്ള കഴിവേതാ? കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ ശിഫപ്പെടുത്തും. മാത്രമല്ല മരിച്ചുപോയതാകുന്ന ആളുകൾക്ക് ജീവനിട്ട് കൊടുക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിക്ക് നൽകിയിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്? ഈസാ നബിക്കുണ്ട്. അത് ഞങ്ങൾക്ക് കഴിയും. മാത്രമല്ല വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ഖിറൂന ഫീ ബുയൂതികും.
നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെ പറ്റി വിളിച്ചു പറയാൻ ഈസാ നബിക്ക് കഴിയുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായ ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം വിളിച്ചു പറയാനുള്ള കഴിവും ഈസാ നബിക്കുണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്താ? മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നു, കുഷ്ഠരോഗം പാണ്ഡുരോഗമുള്ള ആളുകളെ ശിഫപ്പെടുത്തുന്നു. മാത്രമല്ല ഫുഡ് കഴിച്ചിട്ട് വന്ന ആളെ ഇങ്ങനെ സ്കാൻ ചെയ്യും. സ്കാനറാണ് ആള് ഈസാ നബി അലൈഹി. സ്കാൻ ചെയ്തിട്ട് പറയും ആചാര്യ 3 പത്തിരി, പിന്നെ ഇച്ചിരി മട്ടന്റെ കറി, പിന്നെന്താ ഉള്ളത്, പിന്നെ നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട്, വേറെന്താ ഉള്ളത്, ഒരല്പം ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. എന്തെല്ലാം കഴിച്ചോ അതെല്ലാം ഇങ്ങനെ പക്കായിട്ട് വിളിച്ചു പറയും. ഒക്കെ ചവച്ചരച്ച് തിന്ന സാധനങ്ങളാണ്. പക്ഷെ ആളെ ഇങ്ങനെ നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയും ആര്? ഈസാ നബി അലൈഹി സ്വലാം. അള്ളാഹു കൊടുത്ത കഴിവാണ്, ഖുർആനാണ്. ഇന്നലെ ഇപ്പൊ സ്കാനറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടോ, മുഴയുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ, എന്തെങ്കിലും കഴിച്ചതിന്റെ ഫുഡിൻ്റെതാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പോയിസൺ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇന്നിപ്പോ സ്കാനർ ഇറങ്ങിയിരിക്കുക. മുമ്പ് അതൊന്നും വേണ്ട. ഈസാ നബി ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇവൻ ഇന്ന സാധനങ്ങളാ കഴിച്ചത്. അള്ളാഹ് പറയാണ് ഖുർആൻ, വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാകുന്ന വസ്തുക്കളെയും വിളിച്ചു പറയാനുള്ള കഴിവ് അല്ലാഹു ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു പിരിവൊക്കെ എടുക്കുവാണെങ്കിൽ ഹാജിയാർക്കൊന്നും മുങ്ങാൻ പറ്റൂല. കാരണം ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം പറയും, ഉമറിക്ക നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപ ഇരിപ്പുണ്ട്, അത് അലമാരിയിൽ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്പോട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓരോരുത്തരെയും വിളിച്ചു പറയും. നിങ്ങൾ ഇന്ന ഭാഗത്ത് കൊണ്ടുപോയി നിധി ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടില്ലേ, ഇത്ര ആഴത്തിൽ അത് കുഴിച്ചു വെച്ചിട്ടില്ലേ, ഒക്കെ വിളിച്ചു പറയുമായിരുന്നു. മാത്രമല്ല വീട്ടിലുള്ള സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഗോതമ്പ്, അരി, ഏത് സാധനം എല്ലാം അത് എത്ര ഉണ്ടെന്ന് വിളിച്ചു പറയാനുള്ള കഴിവ്, ആളെ നോക്കി പറയുന്ന ശേഷി ഈസാ നബിക്കുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇമാം ബുത്തൂസ് മത്താ റളിയല്ലാഹു അൻഹു ഈസാ നബിയുടെ ശിഷ്യന്മാരാ. അവര് പറഞ്ഞു ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത എല്ലാ കഴിവും ഞങ്ങൾക്കുണ്ട്. അത് പറ്റുമോ? ഒരു നബിക്ക് കിട്ടിയ കഴിവൊക്കെ അവരുടേതാകുന്ന സ്വഹാബത്തിനും ഉണ്ടാകുമോ? ഉണ്ടാവുമെന്നാണ്. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിവലിയ്യിൻ ഇല്ലൽ ഖുർആൻ. വിശുദ്ധ ഇസ്ലാമിന്റെ ഉസൂൽ ഖായിദയാണത്. എല്ലാ അമ്പിയാക്കൾക്ക് അമാനുഷികമാകുന്ന കഴിവിലൂടെ നൽകുന്നതാണല്ലോ മുഅ്ജിസത്ത് എന്ന് അറബിയിൽ പറയുക. ഔലിയാക്കൾക്ക് അവരുടേതാകുന്ന അമാനുഷികമായ കഴിവിലൂടെ നൽകുന്നതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അമ്പിയാക്കൾക്ക് അമാനുഷികമായ കഴിവിലൂടെ നൽകുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന നിലയ്ക്ക് ഉണ്ടാവാം. ഇല്ലൽ ഖുർആൻ, ഖുർആൻ എന്ന മുഅ്ജിസത്താകുന്ന അമാനുഷിക ഗ്രന്ഥം ഒഴിച്ച്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം നൽകപ്പെട്ട ഗ്രന്ഥമാണ്. വേറെ ഒരൊറ്റ ഒന്നും ഒരാൾക്കും ഉണ്ടാവുകയില്ല. ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവാം, ഖുർആൻ മാത്രം ഉണ്ടാവുകയില്ല. ബാക്കി അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട സർവ്വ കഴിവും ഔലിയാക്കൾക്കുണ്ടാവാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി. അതുപോലെ ഇന്നലെ കവർ നൽകപ്പെട്ടിട്ടുള്ളത് എല്ലാവരും നല്ലൊരു സദഖ ആ കവറിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുക്കും. അള്ളാഹു സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും സാധൂകരിക്കുമാറാവട്ടെ. ആമീൻ പറയും. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله هو محمد
رسول الله تاه قلبي مذ أتيت واديا قاف ما تابع بداد طه تاليا لتالي لا إله إلا الله محمد رسول الله അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ നൽകുന്ന സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് ഏവർക്കും നീ നസീബാക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ് ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ വീട് നൽകണേ അല്ലാഹ് കഴിഞ്ഞ 20 വർഷമായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഈ മജ്‌ലിസിലുണ്ട് പ്രത്യേകമായി ദുആ വസിയത്ത് ചെയ്തവരുണ്ട് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ് നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് പ്രവാസ ലോകത്ത് നീ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് വന്നു ചേർന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് നീ ഖൈർ ബറകാത്തുൽ ചൊരിയണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ് നൽകിയിട്ടുള്ളതിൽ വർധനവ് നൽകണേ അല്ലാഹ് സർവോപരി ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് അന്ത്യം വിജയിപ്പിക്കണേ അല്ലാഹ് അല്ലാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു മത്താർ റളിയല്ലാഹു അൻഹുയും രണ്ടുപേരും പറഞ്ഞു, ബഹുമാനപ്പെട്ട ഈസാ നബി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവാകുന്ന പ്രവാചകർക്ക് നൽകപ്പെട്ട സർവ്വ കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ആ നാട്ടിലുള്ളതാകുന്ന സർവർക്കും വിഗ്രഹങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഹബീബുൻ നജ്ജാർ എന്ന വ്യക്തി പറഞ്ഞു, എങ്കിൽ എന്റെ കൂടെ വരും. എന്റെ വീട്ടിൽ 24 വയസ്സുള്ള എന്റെ മകൻ വീട്ടിലുണ്ട്, സുഖമില്ലാതെ കിടക്കാൻ, ജനിച്ച അന്ന് മുതൽ തളർന്ന് കിടക്കാൻ, എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ തന്നെ കടർന്ന് മലമൂത്ര വിസർജനം നടത്തുക. അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുകയും നടത്തുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ മതത്തിൽ ഞാനായിരിക്കും ആദ്യം മെമ്പർഷിപ്പ് എടുക്കുക. ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു മത്താർ റളിയല്ലാഹു അൻഹുയും പറഞ്ഞു, എങ്കിൽ ശരി നമുക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും പോയി. എങ്ങോട്ട് പോയി? ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ പ്രായമുള്ള മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി. അയാളാണ് നാട്ടുകാർക്ക് മുഴുവൻ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. വീട്ടിൽ ചെന്നു, കാണിച്ചു കൊടുത്തു. 24 വയസ്സുള്ള മകനാണ്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കടന്ന കിടപ്പിലല്ലാതെ എഴുന്നേറ്റിട്ടില്ല. അവിടെ തന്നെ കടന്നിട്ടാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. ഇവനൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തണം, നടത്തണം, അത്രയല്ലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വിഷയം എന്താ? വിഷയ യാസീനല്ല. വിഷയം എന്താ? ബറക്കത്ത്. ബറക്കത്തുള്ളതാകുന്ന നബിയുടെ കൈപിടിച്ച് ഇസ്ലാം മതം പുൽകിയ വ്യക്തിയാണ് ആര്? ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നേരെ ആ കുഞ്ഞിന്റെ വലത്ത് തലയിലേക്ക് കയ്യങ്ങോട്ട് വെച്ചു. തല മുതൽ ഇങ്ങനെ കാല് വരെ ജസ്റ്റ് ഒന്ന് തടവി വിട്ടു. യാസീനാണ്. സുബ്ഹാനല്ലാഹ്. കുഞ്ഞ് എഴുന്നേറ്റിരുന്നു. കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു. വാപ്പ ഉമ്മ എന്നൊക്കെ ഒന്ന് വിളിക്കാൻ തുടങ്ങി. അവരുടേതാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഹബീബുൻ നജ്ജാറിന് ഭയങ്കര സന്തോഷം. ഓടി വന്നു. അദ്ദേഹം പ്രായമായ മനുഷ്യൻ വിറയാർന്ന കൈ കൊണ്ട് ബുത്റുസ് റളിയല്ലാഹുവിന്റെ കൈക്ക് പിടിച്ചു, കരം പിടിച്ചു, ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈസാ നബിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ രണ്ടുപേരും പോയി അന്താക്കിയ നാട്ടുകാരെ നന്നാക്കാൻ ദീനി ദഅവത്തുമായി പൊയ്ക്കോ. എന്ത് സഹായവും ഞാൻ ചെയ്തു തരും, ഞാൻ പുറകെ വരാം. അങ്ങനെ ബഹുമാനപ്പെട്ടതാകുന്ന ബുത്റുസ് മത്താർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും എങ്ങോട്ട് പോയി? അന്താക്കിയ നാട്ടിലേക്ക് ദീനി ദഅവത്തിന് വേണ്ടി പോയി. സൂറത്ത് യാസീൻ യാസീൻ അറിയില്ലേ?
بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذا جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم مرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ മുത്തുനബിയോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അന്താകിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ദീനി ദഅവത്തുമായി കടന്നു ചെന്നതായ ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായ ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹുവിനെയും മത്താ റളിയല്ലാഹു അൻഹുവിനെയും ചരിത്രം ഈ സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഇദാ റസൽനാ ഇലൈഹിം മുസ്ലിമീൻ, ആ നാട്ടിലേക്ക് രണ്ടുപേരെ ദീനി ദഅവത്തിന് വേണ്ടി നാം അയച്ചപ്പോ ഫകദബൂഹുമാ, ആ നാട്ടുകാര് രണ്ടുപേരെയും കളവാക്കുകയാണ്. ആ ജനങ്ങൾ അവരോടായി പറയുകയാണ്, ഇന്നാ തതയ്യറനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ദുർലക്ഷണമായി കാണുകയാണ്, അപലക്ഷണമുള്ളവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലുള്ള ഐക്യത്തെ തകർക്കാൻ വന്നവരാണ്. ഞങ്ങൾ ഇതുവരെ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരാ. ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒഴിവാക്കി നിങ്ങൾ പറയുന്നതായ അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ ഞങ്ങൾ ഇല്ലേ ഇല്ല. ജനങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞു നിൽക്കുകയാണ്. അവർ ദുർലക്ഷണമായി ബുത്റുസിനെയും മത്തായി പരിചയപ്പെടുത്തുമ്പോ വജാഅ മിൻ അഖ്സൽ മദീന റജുലുൻ യസ്ആ വജാഅ മിൻ അഖ്സൽ മദീന, ആ പട്ടണത്തിന്റെ തലക്ക് ഭാഗത്ത് നിന്ന് ഒരു വ്യക്തി ഓടി വരുകയാണ്. അദ്ദേഹം ഓടി ഓടി വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ ദീനീ ദഅവത്ത് നടത്തുന്ന ഈ പാവങ്ങളില്ലേ, ഇമാം ബുത്റുസില്ലേ, ഇമാം മത്തായില്ലേ, ഇവർ രണ്ടുപേരും ഈസാ നബിയുടെ അനുയായികളാണ്. ഇവർ സാധാരണക്കാരല്ല, ഇവർ അമാനുഷ്യമാകുന്ന കഴിവുള്ളവരാ. അല്ലാഹു നൽകിയതാകുന്ന വലിയ കറാമത്തിന്റെ അഹ്ലുകാരാണ്. എന്റെ സുഖമില്ലാത്ത മകനേതാ തളർന്നു കിടക്കുന്ന പൊന്നുമോനെ ശിവപ്പെടുത്തിയത് ഇവരാണ്. വഹും മുഹ്തദൂൻ, സന്മാർഗപാതയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ശേഷിയുള്ളവരാണ്. ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ ജഗന്നിയന്താവായ അല്ലാഹു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. കിഴക്കൻ ചക്രവാളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ
ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പില്ലേ, അവനെ ഞാനിതാ ആരാധിക്കുകയാണ്. അവനാണ് ഈ ലോകത്തുള്ള സർവരെയും സൃഷ്ടിച്ചത്. ഫത്തറനി, അവനാണ് എന്നെ പടച്ചിട്ടുള്ളത്. അവനെ ഞാൻ ആരാധിക്കുകയാണ്. ജനങ്ങളെല്ലാം ദേഷ്യപ്പെട്ടു, ആളുകളെല്ലാം വലിയതാകുന്ന ദേഷ്യത്തിനായി. കാരണം എല്ലാവരും പറഞ്ഞു, അല്ലയോ ഹബീബുൻ നജ്ജാറേ, നീയല്ലയോ ഞങ്ങൾക്ക് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു നൽകിയത്? അവസാനം നീ തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയാണോ? ദുർലക്ഷണമായി ഞങ്ങൾ കാണുന്നതായ മതത്തെ വിശുദ്ധിപ്പെടുത്തുന്നവനായ വ്യക്തിയായി നീ കടന്നു വരുകയാണോ? നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ഈ മതപ്രബോധനം ഈ നാട്ടിൽ നിർത്തിയിട്ടില്ല എങ്കിൽ, ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെറിയുന്നതാണ്. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമേ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. പ്രായമേറിയ മനുഷ്യനാണ്, ആ നാട്ടിലുള്ളവരുടെ നേതാവായിരുന്നു. സ്വന്തം കുഞ്ഞിന്റെ രോഗം ശിവപ്പെടുത്തിയ കാരണത്താൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഹബീബുൻ നജ്ജാർ മതം മാറിയതാണ്. പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ ദീനീ ദഅവത്തുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആളുകൾ ദേഷ്യപ്പെടുകയാണ്, ബഹുമാനപ്പെട്ടവരെ അടിക്കുകയാണ്, കല്ലെറിയുകയാണ്, ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ ചവിട്ടുകയാണ്. നഊദു ബില്ലാഹ്. ഒരു വ്യക്തിയുടെ അതിശക്തമാകുന്ന ചവിട്ട് അടിവയത്തിലേക്ക് എത്തിയപ്പോ പൃഷ്ഠഭാഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെതാകുന്ന കുടല് പുറത്തേക്ക് വന്നു അത്രേ. തൽക്ഷണം ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ഷഹീദാവുകയാണ്, മരിക്കുകയാണ്. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم خامدون. അതിനാൽ റൂസിന്റെ പവിത്രമായ സമാപന വേദിയിൽ ഒരുമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മഹാരഥന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാ. ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യനെ ചവിട്ടിയ അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ആകാശസീമകളിൽ അദ്ദേഹത്തിന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഖീല ദുഖുലിൽ ജന്ന, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. ഹബീബുൻ നജ്ജാറേ, ഇസ്ലാം മതത്തിൽ പുൽകിയവരല്ലേ, വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നതായ വ്യക്തിയല്ലേ, പവിത്രമായ സ്വർഗത്തിനുള്ളിലേക്ക് കടന്നുകൊള്ളുക. ബഹുമാനപ്പെട്ടവർ ആ സ്വർഗത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പറയുകയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ, എന്റെ സമുദായമേ, എനിക്ക് എന്റെ പാപങ്ങൾ അഖിലവും അല്ലാഹു പുറത്തു നിന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വജഅലനി മിനൽ മുക്രമീൻ, ബഹുമാനിക്കപ്പെടേണ്ടതായ വ്യക്തിത്വങ്ങളിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിവരമില്ലാത്ത ജനങ്ങളെ ഉൽബുദ്ധരാക്കുകയാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവിടെ കടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ പുറത്തു തന്നു. എന്നെ അനുഗ്രഹിക്കപ്പെടുന്നതായ ബഹുമാനിക്കപ്പെടുന്നതായ വ്യക്തിത്വങ്ങളിൽ അല്ലാഹു എന്നെ ചേർത്തു. എന്തേ കാരണം മുസ്ലിമേ? എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ബറക്കത്തുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എന്താ? അദ്ദേഹം പിടിച്ചത് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ അനുയായിയുടെ കരമാണ്. ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹുവിന്റെ കരമാണ്. ആ ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മനുഷ്യനല്ല, ബറക്കത്തുള്ള വ്യക്തിയാണ്. ആ ബറക്കത്ത് എങ്ങനെയാണ് ബുത്റസിന് കിട്ടിയത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കരസ്പർശത്തിലൂടെയാ. സുബ്ഹാനല്ലാഹ്. ഈസാ നബിയോ വജഅലനി മുബാറക ഐനമാ കുന്തു. അല്ലാഹ് പറയുകയാണ്, എവിടെ പോയാലും എവിടെ ചെന്നാലും ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. ആ നാട്ടുകാർക്ക് മുഴുവനും അല്ലാഹു അദാബ് ഇറക്കിയെന്ന ഇൻകാനത്തില്ല സൈഹത്തും വാഹിദ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ആ സമൂഹത്തെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. സൂറത്ത് യാസീൻ. ചുരുക്കത്തിൽ യാസീനിൽ പറയുന്നതും ഒരു മഹാന്റെ ചരിത്രമാണ്. നമ്മൾ ഈ അതിനാൽ ഉറൂസിൽ ഒരു മഹാന്റെ ഉറൂസോടനുബന്ധിച്ച് നിലകൊള്ളുമ്പോൾ യാസീനിൽ പറഞ്ഞതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ ചരിത്രം കൂടി പഠിക്കുക. ഷഹീദായ വ്യക്തിയാണ്. എങ്ങനെ ഷഹീദായി? ദീനി ദഅവത്തുമായി കടന്നു വന്നതായ ഈസാ നബിയുടെ രണ്ട് അനുയായികളാകുന്ന ഇമാം ബുത്റസ് മത്താ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശ്വസിച്ച് അവരെ ദീനിൽ സഹായിക്കാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ തന്റെ നാട്ടുകാരുടെ ശത്രുത വെച്ച് അവരുടേതാകുന്ന അടി വാങ്ങി മരണപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ആര് പറഞ്ഞു? ഖുർആൻ. ഞാൻ പറഞ്ഞത് ഖീല ദുഖുലുൽ ജന്ന. ഖുർആനാ പറഞ്ഞു, യാസീനിൽ. മരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാനുള്ള അവസരവും കിട്ടി. ആർക്ക്? ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്. എങ്ങനെ കിട്ടി? ഒരല്പം മുമ്പ് ആരുടെ കൈക്ക് പിടിച്ചായിരുന്നു? ഈസാ നബിയുടെ അനുയായിയായ ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചു. ബറക്കത്താക്കപ്പെട്ട കരം പിടിച്ചു. ആ ബറക്കത്ത് കിട്ടിയതാണ്. ഇസ്ലാം മതം പുലർത്തി. അപ്പം പ്രവാചകന്മാർക്ക് മാത്രമല്ല ബറക്കത്ത്, പിന്നെയോ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആ അനുയായികൾക്ക് ശേഷമുള്ളതായ വ്യക്തികൾക്കും ബറക്കത്ത്. അതിനെപ്പോ ഈ ചരിത്രം പറഞ്ഞു ശരിക്കും മനസ്സിലാക്കണേ. നമ്മൾ പറഞ്ഞു വന്നു ആർക്കൊക്കെ ബറക്കത്തുണ്ട്? അള്ളാഹ്ക്ക് ബറക്കത്തുണ്ട്, ആയത്തോതി. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളിലും ബറക്കത്തുണ്ട്, ആയത്തോതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ ഇജാബത്തുണ്ട്. എന്തുകൊണ്ട്? ബറക്കത്തുള്ള നാമങ്ങളായതുകൊണ്ട്. ആ നാമങ്ങൾ മുഴുവൻ ഹിഫ്ള് ചെയ്താൽ സ്വർഗ്ഗമുണ്ട്. എന്തുകൊണ്ട്? ആ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളായതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 അംബിയാ മുർസലീങ്ങളെ ഇവിടെ അയച്ചു. അതിൽ തന്നെ ബറക്കത്തുള്ള വ്യക്തിയായി ഒരാളുടെ പേരെടുത്ത് അല്ലാഹു പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാമിന്റെ. ആ ഈസാ നബിക്ക് മാത്രമല്ല ബറക്കത്ത്, അദ്ദേഹത്തിന്റെ ശിഷ്യങ്ങളാകുന്ന ഇമാം ബുത്റസ് മത്തായിക്കുമുണ്ട് ബറക്കത്ത്. അതെങ്ങനെ മനസ്സിലായി? ബുത്റസ് എന്ന വ്യക്തി തടവിയപ്പോൾ ഹബീബുൻ നജ്ജാർ എന്ന പ്രായമുള്ള മനുഷ്യന്റെ മകന്റെ രോഗം പരിപൂർണമായി ശിഫപ്പെട്ടു. ആ ഇമാം ബുത്റസിന്റെ കൈക്ക് കയറി പിടിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാം മതം പുൽകിയതാകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെതാകുന്ന മരണം തൊട്ടടുത്ത സമയത്ത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തെ ശത്രുക്കൾ വന്ന് കൊന്നുകളഞ്ഞു. അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്ന് വാഴ്ത്തപ്പെടേണ്ട വ്യക്തിയായി, വജഅലനി മിനൽ മുക്കറമീൻ, ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളായി അല്ലാഹു എന്നെ മാറ്റി. അദ്ദേഹം പറയും ബറക്കത്തുള്ള വ്യക്തിയാക്കി അല്ലാഹു എന്നെ മാറ്റി. മുക്കറമി എന്ന് പറഞ്ഞാൽ ആദരവുള്ള കറാമത്തുള്ള വ്യക്തിയായി, ബഹുമാനമുള്ള വ്യക്തിയായി അല്ലാഹു എന്നെ മാറ്റി. സ്വർഗം കിട്ടി അദ്ദേഹത്തിന്. എന്താ കിട്ടാൻ കാരണം? ബറക്കത്തുള്ള വ്യക്തിയെ തൊട്ടു. ആ ബറക്കത്തുള്ള വ്യക്തിയായ ഇമാം ബുത്റസ്, അദ്ദേഹം ആരെയാ തൊട്ടത്? ഈസാ നബിയെ തൊട്ടു. അതുകൊണ്ടാണ് നമ്മളൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ വരുമ്പോൾ, ചെറുമോത്ത് ഉസ്താദിനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. മനസ്സിലായി. സമസ്തയുടെ ഉന്നതായ പണ്ഡിതന്മാർ വരുമ്പോൾ, നമ്മൾ സാദാത്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കലില്ലേ? എന്താ കാരണം? അവരാരുടെ കൈ പിടിച്ചിട്ടുണ്ട്? അതിനു മുമ്പുള്ള ജനറേഷനിലുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ സൂഫിയാക്കളുടെ കയ്യിൽ പിടിച്ചവരാണ് അവർ.
അവരാരെ പിടിച്ചതാ? അതിന് തൊട്ടു മുമ്പ് ജനറേഷനുള്ള വലിയ അയിമ്മത്തുകളുടെ കൈക്ക് പിടിച്ചവരാണ് അവർ. അതങ്ങനെ കണക്ഷൻ നേരെ എവിടെ എത്തും? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സനദ്. ഈ സനദ് അവകാശപ്പെടാൻ സുന്നികൾക്കല്ലാതെ വേറൊരു വ്യക്തികൾക്കും ഇല്ല. ബിദ്അത്തിന്റെ അഹ്ലുകാരൊക്കെ ആരെയാ തൊട്ടത്? ആരെ പോയി തൊടുന്നവരെയൊക്കെ പിശാചാണ്, അവരൊക്കെ കുഫ്രിയത്തിന്റെ വക്താക്കളാണെന്നല്ലേ അവരുടെ വാദം. സുന്നികൾക്ക് മാത്രമേ ഈ കണക്ഷൻ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ചിലർക്ക് ഇതൊക്കെ വലിയ ഐത്തമാണ്. ഈ മുസാഫഹത്ത് ഒക്കെ ഭയങ്കര ഐത്തമായി നമുക്കിടയിൽ തന്നെ കാണുന്നുണ്ട്. പെരുന്നാളിന് പോലും മുസാഫഹത്ത് ചെയ്യൂല പള്ളിയിലെ ഖത്തീബിന്. കാരണം എന്താ? 10 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച്. അങ്ങനത്തെ കോമൺ. അഥവാ മുസാഫഹത്ത് ചെയ്യാൻ പോവാണെങ്കിൽ 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് അപ്പൊ ഖത്തീബ് കാര്യമായിട്ട് കിട്ടിയെന്ന് കരുതി ഭയങ്കര മുസാഫഹത്ത്. അദ്ദേഹത്തെ ഒരു 3 മുസാഫഹത്ത് ഇഷ്ടമാണ്. അവസാനം റൂമിൽ ചെന്ന് എണ്ണി നോക്കുമ്പോൾ 10ന്റെ 10 നോട്ട 100 രൂപ. അങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്ന ആൾക്കാരും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പൊ മുസാഫഹത്ത് ചെയ്യുന്ന വലിയ പുണ്യാണ്. പൈസ കൊടുത്തിട്ടല്ല, അല്ലാതെയും മുസാഫഹത്ത്. ബാബുൽ മുസാഫഹത്തി വൽ മുആനഖത്തി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെ ഒരു ബാബ് തന്നെയാണ്. മുസാഫഹത്ത് ചെയ്യുക, മുആനഖ ചെയ്യുക, കെട്ടിപ്പിടിക്കുക. പുരുഷന്മാര് തമ്മിൽ, സ്ത്രീകൾ അവര് തമ്മിൽ മുസാഫഹത്ത്. അങ്ങനെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം എന്തുകൊണ്ട്? ഇതാരെ മുസാഫഹത്ത് ചെയ്യുന്ന വലിയ വലിയ ആലിമീങ്ങളെ, അവരുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം ഈ കരസ്പർശത്തിലൂടെ നേടിയെടുക്കുന്നത് വലിയൊരു പ്രകാശമാണ്. അറിയില്ലേ നിങ്ങൾക്കൊരൊറ്റ ചരിത്രം ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി കാത്തിരിക്കണേ. 11:30 ഉസ്താദ് വരും. അതുവരെ ഒരു 10 മിനിറ്റ് കൂടി ശരിക്കും ശ്രദ്ധിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക. 1-2 ആയത്തുകൾ പറയാണ്ട് ശരിക്കും ശ്രദ്ധിച്ചു. ഉസൈദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിശക്തമായ കൂരിരുട്ടാണ്. ഒന്നും തന്നെ കാണാനില്ല. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടാണ്, പ്രകാശമില്ല, വെളിച്ചമില്ല. ഉമൈർ റളിയല്ലാഹു അൻഹു, ഉസൈദ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും സ്വഹാബികളാണ്. സ്വഹാബിയായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതായ ഉമൈർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ നടക്കണം, പ്രകാശമില്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ തന്റെ വലത് കൈ അല്പമൊന്ന് ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കൈ പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന്. ഭയങ്കര ഇരുട്ടാണ്, വേറെ ആരുമില്ല കൂടെ. ടോർച്ചോ മറ്റോ സംഭവങ്ങളോ ഒന്നുമില്ല. കൈ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കുമ്പോ കൈ പ്രകാശിച്ചു. കണ്ടാ, ഇതുപോലെ പ്രകാശത്തെ അവസ്ഥ, നല്ല പ്രകാശം. അപ്പൊ ഇങ്ങനെ കൈ പ്രകാശിച്ച് ഇങ്ങനെ അതിലൂടെ, ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിലൂടെ വീട്ടിലേക്ക് പോയി. അതൊക്കെ സംഭവിക്കുമെന്ന്, അതേ സംഭവിക്കുള്ളൂ. അതായിപ്പോ പറയാൻ പോയാ കേട്ടോ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അതായി പറയാൻ പോയി. വീട്ടിലേക്ക് വന്നണഞ്ഞു. പലപ്പോഴായി ബഹുമാനപ്പെട്ടവർ രാത്രിയിൽ ഇതിങ്ങനെ തുടർന്നു. ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചോദിച്ചു, എന്താണ് കൈഫ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഉമൈർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എൻ്റെ ഈ വലത് കൈ കൊണ്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വലത് കൈയിലേക്ക് എൻ്റെ ഈ വലത് കൈ തട്ടിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. തീർച്ചയായും നബിയെ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വെക്കുകയും തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാമെന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്ത് കയ്യങ്ങ് വലിക്കുകയും ചെയ്തു. പിന്നീട് എന്റെ ജീവിതത്തിൽ ഇന്നവരെ മാ മസിസ്തു ബിയമീനി ദക്കരി, എന്റെ ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ലൈംഗിക അവയവത്തിൽ തൊട്ടിട്ടില്ല.
ഒരു ആവശ്യത്തിനും ഈ കൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ തൊടാതെ അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട കൈയല്ലേ, ആ പ്രവാചകരെ സ്പർശിച്ചതാകുന്ന കൈയല്ലേ, ബറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു പോന്നു. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഇരുള് വരുന്ന സന്ദർഭത്തിൽ വെളിച്ചം വേണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതുമ്പോൾ ഈ ഒന്ന് കൈ മനസ്സുകൊണ്ട് കരുതിയിട്ട് നിയ്യത്ത് വെച്ച് തുറക്കേണ്ട താമസം എന്റെ വലത് കൈ അന്ന് മുതൽ പ്രകാശിക്കാൻ തുടങ്ങിയെന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു. കാരണം ഇത് തൊട്ടത് ഒരു സാധാരണ മനുഷ്യനല്ല, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ പ്രവാചകരോ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീണുപോയി. 8 മുഴം നീളം 10 മുഴം വീതിയുമുള്ള ചെറിയതാകുന്ന കുടിലിലാണ് ഞാൻ വസിക്കുന്നത്. ഈന്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞ വീടാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ എന്റെ റൂമിലേക്ക് കടന്നു വന്നു. ഫദഖല അലയ്യ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂരിരുട്ടുള്ള വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നു. നിലത്ത് വീണ് കിടന്ന സൂര്യനെ തപ്പിത്തടയുമ്പോ നബിതങ്ങൾ വന്ന പ്രകാശത്താൽ ആ പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ കാരണത്താൽ നിലത്ത് കിടന്ന സൂര്യൻ കണ്ടെടുത്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? ഞാനിങ്ങനെ സൂര്യ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിലത്തേക്ക് സൂര്യ കയ്യിൽ നിന്ന് പോയി. ഇരുട്ടത്തിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ചെറിയ വീടാ, ആകെ പ്രകാശം വരുന്ന ഒരു ഏരിയ ആണ് ഏത്? വാതിൽ എന്ന് പറയും. ആ വാതിലിൽ ആര് കടന്നു വന്നു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി വന്നപ്പോ ഉള്ള പ്രകാശം ചെറുതായിട്ടുണ്ടായിരുന്നു, അതണഞ്ഞു. പക്ഷെ നബിതങ്ങളാകുന്ന പ്രകാശത്തിന്റെ പ്രഭ കൊണ്ട് ഞാൻ നിലത്ത് കിടന്ന സൂചി കണ്ടെടുത്തു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്, ആണ് പ്രകാശം. ആ വാതിലിനവിടെ നമ്മളെ വന്നെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് പറയും? ഇറങ്ങി പോകുന്ന പറയും. ഇവിടെ ഒന്നാമത് മനുഷ്യൻ തപ്പി 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 സൂര്യ വന്നപ്പോ ഒന്നും കൂടി ഇരുട്ടായി, കൂരിരുട്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ പ്രകാശം കിട്ടണമെങ്കിൽ നമ്മൾ വലിയ ആലിമികളെ കണ്ടുമ്പോൾ അവരുടെ മുഖം സ്ഫുരിക്കുകയാണ്, ഇല്ലേ? ഈമാൻ സ്ഫുരിക്കുകയാണ്. മേക്കപ്പ് ഒന്നും ഇടണ്ട. ഇവിടെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ പുട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. മുഖം ഒന്ന് കഴുകിയ അല്ലാഹ് ഹലാ. 80 കഴിഞ്ഞ വലിയ ആളുകളെ, നടന്മാരെയൊക്കെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ ഗ്ലാമർ താരങ്ങളായി. അതെന്തുകൊണ്ടാ? ഡൈ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. നല്ല കറുപ്പിച്ചിരിക്കുക, താടിയും മുടിയും ഒക്കെ. യഥാർത്ഥ രൂപത്തിൽ ഇറങ്ങിയാൽ എല്ലാവരും പേടിക്കും, ശരിക്കും പേടിക്കും. അതിപ്പോ പ്രായമുള്ള ആളുകൾ അങ്ങനെയാണ്. ഇപ്പൊ ഈ സദസ്സിൽ 50ഉം 60ഉം കഴിഞ്ഞ ആളുകൾ, 70 എത്തിയ ആളുകളായ ആളുകൾ, നല്ല നരച്ച താടിയും നരച്ച മുടിയുള്ള വ്യക്തിയാണ്. അയാളെ കൊണ്ടുവന്ന് നിങ്ങൾ കടയെ കൊണ്ടുപോയിട്ട് നല്ല ഡൈ ചെയ്ത് നോക്കി. പാടില്ല, ഹറാമാണ്. കറുപ്പിച്ച് പുറത്തോട്ടിറക്കി ഒരു നല്ല നല്ല ഷൂവും നല്ല ടൈ ഒക്കെ കെട്ടി സെറ്റപ്പായിട്ട് ഇറക്കി നോക്കി. യോയോ ചെക്കന്മാർ അവൻ്റെ കൂടെ പോയി ഫോട്ടോ എടുക്കും. 70 വയസ്സുള്ള കാക്കാണ്, പക്ഷെ കണ്ട 25 മാറും. അങ്ങനെ നിങ്ങളൊന്ന് ഒരുങ്ങി നോക്ക്. പ്രായമുള്ള ആളുകൾ അവരുടെ മുടി കറുപ്പിച്ചാൽ ഒന്നുകൂടി ഭയങ്കര ഗ്ലാമറാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇപ്പൊ ആ പരിപാടിക്ക് നിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പക്ഷെ നിസ്കാരത്തിൽ പാടില്ല. നമുക്ക് നിസ്കാരത്തിലെന്നല്ല, ഒരിക്കലും പാടില്ല. വെള്ളം ചേരാൻ പറ്റൂലല്ലോ. ഒന്നുവിന്റെ വെള്ളം ചേരൂല. പലരും കറുപ്പിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ മുടി കറുപ്പിക്കുന്നുണ്ട്. ഹറാമാണ്, നിഷിദ്ധമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 60ഉം 70ഉം കഴിഞ്ഞ നടന്മാരെയൊക്കെ കണ്ടിട്ട് എന്തൊരു ഗ്ലാമർ. ഇപ്പോഴും ഗ്ലാമറിന് ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല? ആ ഡൈ ചെയ്യലൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുളിച്ചൊന്ന് ഇറങ്ങിക്ക പുറത്തോട്ട്. കോലം മാറുന്നത് കണ്ട പേടിച്ചു. പുട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് 3 അടി കനക്ക്.
ഇവിടെ സൂഫിയാക്കളാകുന്ന മഹാന്മാരെ, മഹത്തുക്കളെ, വലിയ വലിയതാകുന്ന മഹാന്മാരെയൊക്കെ കണ്ടു നോക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇപ്പൊ അടുത്ത് കേരളത്തിൽ വന്നിരുന്നു ഷെയ്ഖ് സ്വബാഹി റിഫായി എന്ന് പറയുന്ന റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ 14ാമത്തെ പൗത്രൻ. ഇന്റർനെറ്റിൽ അടിച്ചു നോക്കണം. അവരൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ളതാകുന്ന സിനിമാ നടന്മാരെയൊക്കെ വരിച്ചുകൊണ്ട് കിണറ്റിയിടും. അപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുക എന്താണ് ഗ്ലാമർ എന്നുള്ളത്. നമ്മളിങ്ങനെ ഇവരെ കണ്ടിട്ട് പൊട്ടിയിട്ട് 3 മണിക്കൂർ 4 മണിക്കൂറും കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെ കണ്ട് ഭയങ്കര ഗ്ലാമറാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഗ്ലാമർ അങ്ങനെയാണോ വന്നത്? ഒന്നുമില്ല, ഒരു പൊട്ടിയും ഇടേണ്ടി വന്നിട്ടില്ല. മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം, ഏറ്റവും കാണാൻ സുന്ദരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാനാണ്, ഈമാൻ സ്ഫുരിക്കുന്ന മുഖം. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കത് ലഭിക്കാനായിട്ടാണ് ഈ വഅദ്. നമ്മുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും അത് ഉണ്ടാവാൻ എന്ത് വേണം? നമ്മൾ റജബിൽ ദുആ ചെയ്യണമെന്ന്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ നിന്റെ ദാത്തിൽ നൽകിയ ബറക്കത്ത്, നിന്റേതാകുന്ന 99 നാമങ്ങളിൽ നൽകിയ ബറക്കത്ത്, നിന്റെ പവിത്രമാക്കപ്പെട്ടതായ അമ്പിയാക്കളിൽ നീ നൽകിയ ബറക്കത്ത്, ആ അമ്പിയാക്കളുടെ സഹാബത്തിൽ നീ നൽകിയ ബറക്കത്ത്, ആ ബറക്കത്ത് എനിക്ക് നീ നൽകണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യും. അതാണ് ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ബറക്കത്തിനെ കുറിച്ച് പറയാൻ എത്രയോ വാക്കുകളാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി എത്രയോ സംഭവങ്ങളുണ്ട്, പറഞ്ഞാൽ തീരൂല. ഇവിടെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന അനുയായികൾക്ക് ബറക്കത്ത് ഓരോരുത്തരെയും എടുത്തു പറയാൻ സമയമില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽ ബറക്കത്ത്. ഖുർആനിൽ ബറക്കത്തിനെ കുറിച്ച് വിശദീകരിച്ചതാകുന്ന ധാരാളം വസ്തുക്കളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചതാകുന്ന ആയത്ത്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുന്നതാകുന്ന മഴ ബറക്കത്തുള്ള മഴയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകാ فأنبتنا فيه جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ആകാശഭൂമികളിൽ നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുന്നതായ പവിത്രമാക്കപ്പെട്ടതായ മഴയില്ലയോ, അത് ബറക്കത്തുള്ള വെള്ളമാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകാ. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കുന്നതായ മഴ എന്ന വെള്ളം അത് ബറക്കത്തുള്ള വെള്ളമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഭൂമിയിലേക്ക് വർഷിക്കുന്ന വെള്ളം, മഴവെള്ളം, അത് ബറക്കത്താണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാണ്? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഇന്ന് നിലകൊള്ളുന്നത് സംസം വെള്ളമാണ്. എന്നാൽ അതിനു മുമ്പൊരു വെള്ളം ഉണ്ടായിരുന്നു, പഠിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള വെള്ളം അതിനു മുമ്പ് ഒരു വെള്ളമുണ്ട്. ഏതാണത്? അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽകൗസറു ഫമിസ്റ നൈരിൻ ثم باقي الأنهار. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സാധുമാരൊക്കെ ദറസിൽ ഓതി പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹല്ലി. കൻസുർ റാഗിബീൻ എന്നാണ് അതിന്റെ ഒറിജിനൽ നെയിം. മഹല്ലി ഇമാമിന്റെ ഗ്രന്ഥം 4 വാല്യങ്ങളാണ്.
അതിലൊന്നാമത്തെ വാല്യം 18ാമത്തെ പേജിൽ ഖല്ലൂബി ഉമൈറ എന്ന് പറയുന്ന ഷറഹിൽ ഈ ബൈത്തുണ്ട്. ഏത്? അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വലത് കൈയിലൂടെ ഉത്ഭവിച്ചതത്രേ. ഹുദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭം സ്വഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്, പട്ടിണിയാണ്, വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാനുള്ള വെള്ളം പോലുമില്ല റസൂലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടു, ഉള്ള വെള്ളം കൊണ്ടുവരൂ. ഒരു തോൽപാത്രത്തിൽ അല്പം ജലം കൊണ്ടുവരപ്പെടുകയാണ്. പരിശുദ്ധ പ്രവാചകർ അതിനുള്ളിലേക്ക് തന്റെ ശറഫാക്കപ്പെട്ട കൈ അങ്ങ് കടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതാണ് ഈ കൈ? ഈ കൈ തട്ടിയപ്പോഴാണ് ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പ്രകാശിച്ചത്. ആ കൈ പരിശുദ്ധമാക്കപ്പെട്ട വലത് കൈ ആ തോൽപാത്രത്തിനുള്ളിലേക്ക് കടത്തിയപ്പോ സ്വഹാബത്ത് പറയുകയാണ്, ഫൻഫജറ, പ്രവാചകരുടെ വിരലിനിടയിൽ നിന്ന് നദി പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. സ്വഹാബത്ത് പറയുകയാണ്, 1500 പേര് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിൽ നിന്നും കുടിച്ചു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. പരിശുദ്ധ പ്രവാചകരുടെ വലത് കൈയാകുന്ന ശറഫാക്കപ്പെട്ട പവിത്രമായ ബറക്കത്തുള്ള കയ്യിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബ. ലോകത്തെ പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ ഒരേ ഒരു വ്യക്തിത്വമാകുന്ന മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ടതാകുന്ന വലത് കൈയുടെ വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്ന ശ്രേഷ്ഠമായ വെള്ളമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളമെന്ന് അഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതാണ്. രണ്ടാമത്തത് യലീഹി മാഉ സംസം, സംസം വെള്ളമാണ്. എന്താ സംസം വെള്ളമാകാൻ കാരണം? ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന ഇസ്മായിൽ എന്ന പൊന്നുമോൻ ദാഹിച്ച് പരവശനായി കടന്നപ്പോ കഅബാലയത്തിന്റെ പരിസരത്ത് കടത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വെള്ളം തേടിക്കൊണ്ട് പരിശുദ്ധമായ സഫാ മർവ എന്ന 2 കുന്നുകൾക്കിടയിൽ ഓടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതാ കാണുന്നു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അടുത്ത് പക്ഷികൾ വന്നുകൊണ്ട് വട്ടമിട്ട് പറക്കുന്നത് കാണുന്നു. തന്റെ മകൻ കിടക്കുന്നിടത്ത് മകൻ കിടന്ന് കൈകാലിട്ടടിക്കാണ് ദാഹിച്ചിട്ട്. ആര്? ഇസ്മായിൽ നബി അലൈഹി. ആ മകൻ കടന്നെടുത്ത് കാലിട്ടടിച്ച സ്ഥലത്തു വെള്ളം വരാൻ തുടങ്ങി. ഏതാ വെള്ളം? സംസം. അവർ ഓടി വന്ന് പറഞ്ഞ വാക്കാണത് സംസം, മതി മതി, അവരുടെ ഭാഷയാണ്. ഏയ് മതി മതി, കാരണം വെള്ളം വല്ലാതെ കൂടി പോവാൻ ഒരിച്ചു പോവാണ്. ചെറിയ ചെറിയ കല്ലുകളെ കൊണ്ട് അവരെ ഒരു വിധത്തിൽ ഒരു ചെറിയ തടാകം പോലെ ആക്കി. വെള്ളം നിൽക്കുന്നില്ല, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ വെള്ളം ഏത് വെള്ളം? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാദം, കാല് പതിഞ്ഞ സ്ഥലത്ത്. പാദം എന്ന് പറയുമ്പോൾ ഇത് ആരായിരുന്നു? ഇസ്മായിൽ നബി ആരാ? ബറക്കത്തായ മനുഷ്യനല്ലേ, പ്രവാചകനല്ലേ. വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ. സൂറത്തു മറിയം അല്ലാഹു പറയുന്നു, റസൂലുമാണ് നബിയുമാണ്. ആ മനുഷ്യൻ, ആ വലിയ പവിത്രതയുള്ള മനുഷ്യന്റെ പാദം, കാല് പതിഞ്ഞതാകുന്ന സ്ഥലത്താണ് എന്തുത്ഭവിച്ചത്? സംസം ഉത്ഭവിച്ചത്. അപ്പൊ ബറക്കത്തുള്ള മനുഷ്യന്റെ, ബറക്കത്തുള്ള കാല് തട്ടിയ സ്ഥലത്ത് നിന്ന് വന്ന വെള്ളം ലോകത്തെ 2ാം സ്ഥാനം. ശരിക്കും ശ്രദ്ധിക്കുക, നല്ലതുപോലെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളം 1ാം സ്ഥാനം. ആര്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അതിപ്പോ ഉണ്ടോ ഉസ്താദേ? ഇല്ല. അത് അന്ന് 1500 സ്വഹാബത്തിന് കിട്ടിയതേ ഉള്ളൂ, പിന്നെ ഇല്ല. 2ാം സ്ഥാനം ഇത്. 3 ഫൽ കൗസറു ഹൗദുൽ കൗസറാണ്. സുബ്ഹാനല്ലാഹ്, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ 3ാം സ്ഥാനമാണ് ഹൗദുൽ കൗസർ. സ്വർഗത്തിലെ പാനീയത്തിന് അത്രയേ ഉള്ള വില എന്ന് മനസ്സിലോട്ട് ചില ആശങ്ക വന്നില്ലേ? അത് തിരുത്താൻ പറയാ. ശരിക്കും ശ്രദ്ധിച്ചോ.
ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് നബിക്ക് നൽകിയ വെള്ളമാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. മറ്റേതോ നബിയുടെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പൊ ഏതിനാ മഹത്വം? നബിയുടെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചത്. ശരിക്കും മനസ്സിലായി. ബറക്കത്തുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നതിനാണ് എന്ത് ഭയങ്കര ശ്രേഷ്ഠത. മറ്റേതാ രണ്ടാമത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ വല്യുപ്പയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലൂടെയാണ് ആര് വന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവരുടെ കാല് തട്ടിയ സ്ഥലത്ത് നിന്ന് സംസം, ഇന്നും ലോകത്ത് ശ്രേഷ്ഠതയുള്ള വെള്ളം, ഒരു ശാസ്ത്രത്തിനും ആ വെള്ളത്തിന് മുകളിൽ ഒരു വെള്ളം കൊണ്ടുവരാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. ഒരാൾ ഇസ്ലാം മതം പുൽകാൻ അതിനേക്കാൾ വലിയത് വേറൊരു ചരിത്രവും വേണ്ട. കാരണം ആ വെള്ളത്തിന് തത്തുല്യമായിട്ട് ലോകത്ത് ഏതെല്ലാം കൊണ്ടുവന്ന് ലബോറട്ടറി പരിശോധിക്കണമെന്ന് പറയുന്നവർ ഇതൊന്ന് പരിശോധിക്കും. ഖുർആനും ഹദീസും ലബോറട്ടറി പരിശോധിക്കണമെന്ന് പറയുന്ന ടീമുകൾ ആദ്യം സംസം വെള്ളത്തിന്റെ മുന്നിൽ മറ്റുള്ള വെള്ളം പരിശോധിക്കും. എല്ലാവരും സമ്മതിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന വെള്ളം സംസം. ഹൗദുൽ കൗസർ നബിക്ക് നൽകിയതാണ്, സ്വർഗത്തിലെ പാനീയമാണ്. നബിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലാതെ നബിക്ക് നൽകപ്പെട്ട മറ്റൊരു വെള്ളമാണ്, സ്വർഗത്തിലെ പാനീയമാണ്. അതിന് വേറെ മഹത്വമുണ്ട്. അതോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹ്ലാ മിനൽ അസലി വഅബിയദു മിനൽ ലബനി, തേനിനേക്കാൾ മധുരമാണ് സാബ, പാലിനേക്കാൾ വെളിച്ചമാണ് വെണ്മയാണ്. പാലിനേക്കാൾ വെളുപ്പാണ്, തേനിനേക്കാൾ മധുരമാണ്. മനുഷ്യരിബ മിൻഹാ ലം യദമ ബഅദഹാ അബദാ. ഹൗദുൽ കൗസറിൽ നിന്ന് അല്പമൊന്ന് കുടിച്ചാൽ ഒരിക്കലും അവന് ദാഹമുണ്ടാവുകയില്ല എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതിന്റെ മഹത്വമാണ്. ഹൗദുൽ കൗസറിന്റെ മഹത്വം വേറാണ്. നബിക്ക് നൽകപ്പെട്ടതാണ്, മൂന്നാം സ്ഥാനം. നബിക്ക് നൽകപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് മൂന്നാം സ്ഥാനമായി. അള്ളാഹു അത് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ കൈവശത്തു നിന്ന് ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാലാം സ്ഥാനം നൈൽ നദി. മൂസാ നബി അലൈഹിസ്സലാം അടക്കം ഒരുപാട് പ്രവാചകന്മാർ നീതി തുടിച്ച വെള്ളമാണല്ലോ സംസം. ആ പവിത്രമായ നൈൽ നദി, ആ നൈൽ നദിയിലെ വെള്ളമാണ് നാലാം സ്ഥാനം. അപ്പൊ ഒക്കെ പ്രവാചകന്മാരുമായി കണക്ട് ചെയ്തിട്ടുള്ള വെള്ളങ്ങളാണ്. മനസ്സിലായിക്കോ? അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫമിസ്റ നൈലിൻ ثم ബാഖിൽ അൻഹുറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് കടന്നു വന്നതാണ്. രണ്ടാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാദം പതിഞ്ഞ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച സംസം വെള്ളമാണ്. മൂന്നാമത്തത് മുത്തുനബിക്ക് നൽകപ്പെട്ടതായ ഹൗദുൽ കൗസറാണ്. നാലാമത്തത് മൂസാ എന്ന് പറയുന്ന പ്രവാചകരടക്കം അലൈഹിസ്സലാം അടക്കമുള്ള ഒരുപാട് അമ്പിയാക്കൾക്ക് അനുഗ്രഹമായി അള്ളാഹു നൽകിയ നൈൽ നദിയിലെ വെള്ളമാണ്.